രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പോലും വിപരീതമായി തീരാവുന്ന കാര്യങ്ങളിൽ പല പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അത് സാധാരണ രീതിയിൽ ദശരഥന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും തോന്നില്ല. പക്ഷേ നമുക്കറിയാം അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് ധ്വനിച്ചു കിട്ടും. ദശരഥൻ അതുകൂടി ചേർത്തിട്ടാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന്. തുടർന്ന് ദശരഥൻ വീണ്ടും വ്യക്തമാക്കുന്നു, അല്ലയോ രാമ, വിപ്രോഷിതശ്ച ഭരതോ യാവദേവ പുരാദിതഃ താവദേവ അഭിഷേകസ്തേ പ്രാപ്തകാലോ മതോ മമ. എപ്പോഴാണോ രാമ, എന്റെ മകനായ ഭരതൻ, നിന്റെ അനുജനായ ഭരതൻ ഈ നാട്ടിൽ നിന്ന് കേകയത്തേക്ക് പോയത്, അന്ന് നിന്റെ അഭിഷേകത്തിനുള്ളതായ ശുഭ സന്ദർഭം വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. എന്തായത്? ദശരഥൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഭരതനെ കുറിച്ച് എന്തെങ്കിലും സംശയം ദശരഥനുണ്ടോ? ഇല്ല. ദശരഥൻ അത് തുടർന്ന് പറയുന്നുണ്ട്. ഭരതന്റെ സ്വഭാവം ദശരഥന് ഏറ്റവും പ്രിയങ്കരമാണ്. എന്തുകൊണ്ടെന്നാൽ അച്ഛനമ്മമാരോടും ജ്യേഷ്ഠനോടും ഉള്ള ഭരതന്റെ ഭക്തി, അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, അനിയന്മാരോടുള്ളതായ വാത്സല്യം, ഇത് നന്നായിട്ട് ദശരഥൻ അറിയും. ദശരഥൻ അത് തുടർന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഭരതൻ ഇവിടെ നിന്ന് പോയപ്പോൾ നിനക്ക് അഭിഷേകത്തിന് കാലമായി എന്ന് പറഞ്ഞെങ്കിലും അത് ഭരതനിൽ അവിശ്വാസമുള്ളത് കൊണ്ടല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാമം ഖലു സതാം വൃത്തേ ഭ്രാതാതേ ഭരതസ്ഥിതഃ. നിന്റെ ഭ്രാതാവായ ഭരതൻ സജ്ജനങ്ങളുടെ ചിന്തകളിലും സജ്ജനങ്ങളുടെ രീതിയിലുള്ള സംഭാഷണങ്ങളിലും സജ്ജനങ്ങളുടെ രീതിയിലുള്ള പ്രവൃത്തികളിലുമാണ് ഇന്നോളവും യാതൊരു മാറ്റവും കൂടാതെ ഉറച്ചു നിൽക്കുന്നത്. അക്കാര്യത്തില് ഈ ലോകത്ത് ആർക്കും രണ്ടഭിപ്രായമില്ല. ആ ഭരതൻ ജ്യേഷ്ഠാനുവർത്തി ധർമാത്മാ സാനുക്രോശോ ജിതേന്ദ്രിയ. ജ്യേഷ്ഠാനുവർത്തിയാണ്. ജ്യേഷ്ഠനെ തന്നെ, ജ്യേഷ്ഠനായിട്ട് ഭരതന് രാമനുണ്ട്. ആ രാമനെ തന്നെ പിന്തുടരുന്നവനാണ് ഭരതൻ. രാമന്റെ എല്ലാ ധർമ്മകർമ്മങ്ങളിലും ഭാഗഭാക്കായിട്ട് രാമന്റെ സകല പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുന്നവനാണ് ഭരതൻ. അവൻ ധർമാത്മാവാണ്. ധർമ്മം മാത്രമേ അവന്റെ ഹൃദയത്തിലുള്ളൂ. അവന്റെ ചിന്തകളിലും അവന്റെ പ്രവൃത്തികളിലും ധർമ്മം മാത്രമേ ഉള്ളൂ. അവൻ ധർമ്മസ്വരൂപനാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധർമ്മത്തെ വിട്ട് ഒന്നും തന്നെ അവനില്ല. സാനുക്രോശ, അങ്ങേറ്റം കാരുണ്യമുള്ളവൻ. അങ്ങേറ്റം കാരുണ്യമുള്ളവൻ. ഈ ലോകത്തിലെ എല്ലാ ജീവരാശിയോടും ബന്ധുജനങ്ങളോടും ഒക്കെ അങ്ങേറ്റം കാരുണ്യമുള്ളവൻ. അച്ഛന് ദുഃഖം വരുന്നത് ഭരതന് സഹിക്കാൻ പറ്റൂല. അമ്മയ്ക്ക് ദുഃഖം വരുന്നത് ഭരതന് സഹിക്കാൻ പറ്റൂല. അങ്ങനെ അങ്ങേയറ്റത്തെ കാരുണ്യം ഹൃദയത്തിൽ ഉള്ളവനാണ് ഭരതൻ. അവൻ ജിതേന്ദ്രിയനാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചിനെയും കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചിനെയും പരിപൂർണമായിട്ടും തന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്നവനാണ് ഭരതൻ. ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും ഭരതന്റെ മനസ്സിനെ പിടികൂടി ആ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടമുള്ള ദിശയിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റൂല. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭരതൻ പൂർണ്ണമായും ജയിച്ചടക്കിയിരിക്കുന്നു. അങ്ങനെയുള്ളവനാണ് ഭരതൻ. ആ ഭരതന്റെ ഹൃദയത്തില് സിംഹാസനത്തിൽ യാതൊരു മോഹവും ഉണ്ടാവില്ല. ഈ സിംഹാസനത്തിൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹമേ ഉണ്ടാവില്ല.
അപ്പൊ ഭരതൻ രാമാഭിഷേകത്തിന് വിഘ്നം വരുത്തുമെന്നൊരു തോന്നലേ തനിക്കില്ല. ഇതൊക്കെയാണ് ദശരഥൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെക്കുന്നത്. എങ്കിലും അല്ലയോ രാമ, അദ്ദേഹം പറയാണ്, കിണ്ണിചിത്തം മനുഷ്യാണാം അനിത്യമിതി മേ മതം. മനുഷ്യരുടെ മനസ്സല്ലേ, അത് അനിത്യമാണ്, ചഞ്ചലമാണ്, നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. കരിങ്കല്ല് പോലെ ഉറച്ച് ഒരിടത്ത് തന്നെ എപ്പോഴും നിലകൊണ്ടുകൊള്ളണം എന്നില്ല. ഇതുവരെ ഭരതന്റെ അവസ്ഥ തന്നെയാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ആക്കണം എന്നില്ല. അത് ചലിച്ചു പോയാലോ? ചലിച്ചു പോയാൽ യുവരാജ്യാഭിഷേകത്തിന് തടസ്സം വരും. ഭരതൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഉറപ്പാണ്. എങ്കിലും ദശരഥന്റെ ഉള്ളി കിടപ്പുണ്ട്. നിയതി ഭരതനെ അതിനുള്ളതായ ഒരു ഉപകരണമാക്കി മാറ്റിയാലോ? നിയതി തന്നെ ഉപകരണമാക്കുമോ എന്ന് ദശരഥൻ ഭയന്നത് നമ്മൾ കേട്ടല്ലോ. എന്റെ മനസ്സ് മാറിപ്പോകുന്നതിന് മുമ്പ് അല്ലയോ രാമ, നീ അഭിഷിക്തനായിക്കൊള്ളൂ. തന്നെ പോലും സംശയിക്കുന്ന ദശരഥൻ. ആ ദശരഥനാണ് ഭരതന്റെ മനസ്സ് മാറിപ്പോകുമോ എന്ന് സംശയിക്കുന്നത്. എന്താ, നീതി അത്ര കണ്ട് ബലശാലിയാണ്. നീതിയെ ലംഘിക്കാൻ, വിധിയെ ലംഘിക്കാൻ ആർക്ക് സാധിക്കും? അതിന്റെ കാരണം മറ്റാർക്കും അറിയില്ല, ദശരഥൻ മാത്രമേ അറിയൂ. അതാരോടും പറയാനും പാടില്ല. അത് പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞ് ദശരഥന്റെ ആ ദുഃഖത്തിന്റെ പരകാഷ്ഠയിൽ അവിടെ വെച്ചിട്ട് കൗസല്യയോട് പറയുമ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്. അതുവരെ രാമൻ കാട്ടിൽ പോയി 6-ാം ദിവസം രാത്രിയിൽ ദശരഥൻ മരണത്തെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലാണ് കൗസല്യയോട് ദശരഥൻ അത് പറയുന്നത്. രാമൻ ഗംഗ കടന്ന് കാനനത്തിനുള്ളിൽ മറഞ്ഞു ലക്ഷ്മണനോടും സീതയോടുമൊപ്പം എന്ന വൃത്താന്തം ഗർഗകണ്ഠനായിട്ട് സുമന്ത്രർ വന്ന് അറിയിക്കുമ്പോൾ 6-ാം ദിവസം വൈകുന്നേരം, അതിനുശേഷമാണ് ദശരഥൻ ഇത് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, വാൽമീകിക്കറിയാം. അതാണ് ഓരോരുത്തരുടെയും മനസ്സിലെ രഹസ്യമായി നടന്നതും പ്രവൃത്തികളിൽ തന്നെയും പ്രകടമാകാതിരുന്നതും ഒക്കെ നിനക്ക് പ്രകാശിച്ചു കിട്ടും എന്ന് ബ്രഹ്മാവ് രാമായണം എഴുതാൻ വാൽമീകിയോട് കൽപ്പിക്കുമ്പോൾ വാൽമീകിയെ അനുഗ്രഹിച്ചാലോ എല്ലാം നിനക്ക് പ്രത്യക്ഷമായിരിക്കും. രാമന്റെ ഹൃദയവും സീതയുടെ ഹൃദയവും ലക്ഷ്മണ ഹൃദയവും രാവണ ഹൃദയവും ഒക്കെ നിനക്ക് പ്രത്യക്ഷമായിരിക്കും. നേരിൽ നിന്നിട്ട് ഒന്നും പറഞ്ഞിരിക്കില്ല. നീ എന്ത് പറഞ്ഞാലും അത് പറയുമ്പോൾ സത്യവുമായിരിക്കും. ബ്രഹ്മാവ് പറഞ്ഞത് കേട്ടു. വാൽമീകിക്ക് ഇതെല്ലാം അറിയാം. അദ്ദേഹം നമുക്ക് കേൾപ്പിച്ചു തരും. അത് ഇനി കുറെ കൂടി മുന്നോട്ട് ചെന്നതിന് ശേഷം. അതറിയുന്നത് കൊണ്ടാണ് ഈ വാക്കുകൾക്ക് ഇങ്ങനെയൊക്കെ ധ്വനിയുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഭരതനെ ദശരഥൻ സംശയിച്ചു എന്നൊക്കെ പറഞ്ഞ് പല നിരൂപകന്മാരും ദശരഥന്റെ നേരെ വാളുമെടുത്ത് ചാടുന്നത് പല ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം. പല പ്രസംഗങ്ങളിലും ഒക്കെ നമുക്ക് കേൾക്കാം. ഭരതനെ സംശയിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ദശരഥൻ സംശയിച്ചത്, എന്റെ മനസ്സ് മാറിപ്പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഭരതനോടുള്ള അനിഷ്ടമല്ല ആ സംശയത്തിന് കാരണം എന്ന് വ്യക്തം. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ തന്നോട് അനിഷ്ടമുണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. നിയതിയുടെ അലംഘനീയത, അതിനെയാണ് ദശരഥൻ ഭയക്കുന്നത്. അത് നടന്നു പോകും. ഇനി തനിക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കാര്യം, രാമാഭിഷേകം. അതിൽ ആ തടസ്സം വരരുത്. നിയതി അതിലാണ് തടസ്സം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ദശരഥൻ ഭയക്കുന്നു. അതാണ് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്ന ഭരതനെ കുറിച്ച് ദശരഥന്റെ അഭിപ്രായം ദശരഥൻ ആദ്യമേ പറഞ്ഞു. എന്നിട്ടാണ് പറയുന്നത്, മനുഷ്യരുടെ മനസ്സ് അനിത്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലയോ രാമ, സദാം ച ധർമ്മനിത്യാനാം കൃതശോഭിചരാഘവ. ഭരതരാജകുമാരൻ ഒരിക്കലും ധർമ്മത്തിൽ നിന്നിട്ട് വ്യതിചലിക്കാത്തവരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും അങ്ങേയറ്റം
ആരാധ്യനാണ്, അങ്ങേറ്റം ബഹുമാന്യനാണ്, അവർക്കെല്ലാം അലങ്കാരമാണ്. അല്ലയോ രാമ, അങ്ങനെയുള്ള ആ ഭരതന്റെ മനസ്സ് ഒരുപക്ഷെ മാറിപ്പോയാലോ? അതുകൊണ്ട് അല്ലയോ രാമ, ഞാൻ എന്താണോ നിന്നോട് പറയുന്നത് അത് നീ അതേ പ്രകാരത്തില് അനുഷ്ഠിച്ചു കൊള്ളണം എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഇത് നാട്ടുകാരുടെ മുമ്പ് വെച്ച് പറയാനുള്ളതല്ല. അതുകൊണ്ട് സഭാഗ്രഹത്തിൽ വെച്ച് പറഞ്ഞില്ല. രാമനെ പ്രത്യേകമായി വിളിച്ചു വരുത്തി. അവിടെ വേറെ ആരും കേൾക്കാനില്ല. ദശരഥ മഹാരാജാവ് ഏകാന്തതയിൽ രാമനോട് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ദശരഥൻ രാമനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ വാൽമീകി നമ്മെ കേൾപ്പിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അത് വാൽമീകി കേൾപ്പിക്കും യഥാസന്ദർഭം. എവിടെ? ചിത്രകൂടത്തിൽ വെച്ച്. രാമൻ ചിത്രകൂടത്തിൽ വസിക്കുമ്പോഴേക്കും രാമനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് രാജകുമാരനായിരിക്കുന്ന ഭരതൻ ഗുരുനാഥനോടൊപ്പം, അമ്മമാരോടൊപ്പം, എല്ലാ ബന്ധുജനങ്ങളോടൊപ്പം, സൈന്യത്തോടൊപ്പം, ചതുരംഗപ്പടയോടൊപ്പം കോവിദാധ്വജവും പറത്തിക്കൊണ്ട് രാമന്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നു. എങ്ങനെ? ജടയും വൽക്കലവും ധരിച്ചാണ് ഭരതന്റെയും ശത്രുഘ്നന്റെയും വരവ്. രാമനെ തിരിച്ചു കൊണ്ടുപോകാൻ അഭിഷേകം നടത്തി, സൂര്യവംശജരുടെ രാജാവായിട്ട്, ചക്രവർത്തിയായിട്ട് അഭിഷേകം നടത്തി കൊണ്ടുപോകാൻ രാജകീയമായിട്ടുള്ള എല്ലാ വിഭവങ്ങളുമായി ഗംഭീരമായ ഘോഷയാത്ര നടത്തണം. രാമന് അഭിഷേകം കഴിച്ച് അതിനുള്ള എല്ലാ സന്നാഹങ്ങളുമായിട്ട് വന്നു ചേർന്നു. രാമൻ ഭരതനെ മടക്കി അയക്കും. അങ്ങനെ മടക്കി അയക്കാൻ രാമൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. അതൊക്കെ നമ്മളവിടെ കാണും. അവിടെ രാമൻ ഭരതനോട് പറയുന്നൊരു വാക്യമുണ്ട്.